വലിയ ഭൂചലനമാണ് ഉണ്ടായത്. മ്യാൻമറിലും തായ്ലൻഡിലും രണ്ടിടത്തുമായി 100-ലധികം ആളുകൾ മരിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ രാജ്യങ്ങളിലും നിലവിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ചൈനയിലും ഇന്ത്യയിലുമൊക്കെ ഇതിന്റെ പ്രകമ്പനം അനുഭവപ്പെട്ടു എന്നുകൂടി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും അവിടെ നിന്ന് മ്യാൻമറിൽ നിന്നും ഒരു മലയാളി നമ്മോടൊപ്പം ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ബൈജു പോലോസ് ആണ് വാട്സാപ്പ് കോൾ വഴി നമ്മോട് സംസാരിക്കാൻ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ശ്രീ ബൈജു, അവിടെ മ്യാൻമറിൽ ഏത് ഭാഗത്താണ്, ഏത് മേഖലയാണ്? ഈ ഭൂകമ്പം ഉണ്ടായ ഇടത്തിനടുത്താണോ? ഇവിടെ നമ്മളെ യാങ്കൂണിലാണ് സെറ്റില്. എന്റെ പേര് ബിജു എന്നാണ്. ഇവിടെ ഒരു ഉച്ചയ്ക്ക് ഒരു 12 മണിക്ക് ശേഷമായിരുന്നു ഒരു 30-40 സെക്കൻഡ്സ് ഉണ്ടായിരുന്നു. ഹ്യൂജ് എർത്ത് ആയിരുന്നു. മാസീവ്, ഭയങ്കരമായിട്ട് വൈബ്രേഷനും ബിൽഡിങ്ങുകളൊക്കെ ഭയങ്കരമായിട്ട് വൈബ്രേഷൻ ആയിരുന്നു. പക്ഷെ കാഷ്വാലിറ്റി യാങ്കൂണിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതുവരെ. പക്ഷെ കുറെ ബിൽഡിങ്സുകൾ ക്രാക്ക് ആയിട്ട് മണ്ട്ലെ, നെപ്പിറ്റോ ഈ ഏരിയകളിലാണ് കൂടുതൽ കാഷ്വാലിറ്റീസും ബിൽഡിംഗ് കൊളാപ്സും ആയിരിക്കുന്നത്. ശ്രീ ബിജു, അവിടെ ഈ പറയുന്ന മലയാളികൾ ഒത്തിരി പേരുണ്ട് എന്നറിയാം. അവരുടെയൊക്കെ സാഹചര്യം എന്താണ്? അത് അന്വേഷിക്കാൻ പറ്റിയിരുന്നോ? അവിടുത്തെ ഈ മലയാളി കമ്മ്യൂണിറ്റിയൊക്കെ എങ്ങനെയാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്? നമ്മൾ പലരെയും വിളിച്ചിരുന്നു. ഇതുവരെ ഒരു കാഷ്വാലിറ്റി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒരു 80ഓളം മലയാളീസ് ഉണ്ട് ഇവിടെ. മെജോറിറ്റി യാങ്കൂൺ തന്നെയാണ്, യാങ്കൂണിൽ തന്നെയാണ്. മണ്ഡലയിലും ബാക്കിയുള്ള സ്ഥലത്തായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ കാഷ്വാലിറ്റീസ് ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല മലയാളീസിന്റെ. ശ്രീ ബിജു പോലോസ്, അവിടുത്തെ നിലവിൽ സർക്കാർ എന്തൊക്കെ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്? അവിടെ നിന്ന് മാറി താമസിക്കേണ്ട അല്ലെങ്കിൽ മറ്റിടങ്ങളിലേക്ക് പോകേണ്ട സ്ഥിതിയുണ്ടോ? അടിയന്തരാവസ്ഥ ഇതിനോടകം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഗവൺമെന്റ് എന്താണ് ഈ വിഷയത്തിൽ പറയുന്ന കാര്യങ്ങൾ? മാറി താമസിക്കാനൊന്നും ഇൻസ്ട്രക്ഷൻ വന്നിട്ടില്ല. ഇപ്പോ കാഷ്വാലിറ്റി ഹോസ്പിറ്റൽസ് ഇപ്പോ മണ്ഡലയിലും ഇവിടേക്ക് ഫുള്ളാന്ന് കേട്ടിരുന്നു. പക്ഷെ യാങ്കൂണിൽ അത്ര ക്രിട്ടിക്കൽ അല്ല സിറ്റുവേഷൻസ്, ആസ് എ യൂഷ്വൽ. പക്ഷെ ചെറിയ ഇപ്പൊ കൊളാപ്സ് ആയ ബിൽഡിങ്സുകളിലും ക്രാക്ക് ആയ ബിൽഡിങ്ങുകളിലൊക്കെ ഇപ്പോ എൻക്വയറി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചില ദൃശ്യങ്ങളൊക്കെ അവിടെ നിന്ന് നമുക്ക് കിട്ടിയിരുന്നു. അതിപ്പോൾ പ്രേക്ഷകർ കാണുന്നുമുണ്ട്. അത് നമുക്ക് ഞെട്ടലുണ്ടാക്കുന്ന ദൃശ്യങ്ങളാണ്. വലിയ കെട്ടിടങ്ങൾ നിലം പൊതിക്കുന്ന കാഴ്ച. തൊട്ടടുത്ത് തന്നെ ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ ചിതറി ഓടുന്നതൊക്കെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അങ്ങനെ ഒരുപാട് കെട്ടിടങ്ങൾ അവിടെ. 50 നിലയുള്ള ഒരു ഇത് കഴിഞ്ഞാൽ അത് ബാങ്കോക്കിലാണ്, തായ്ലൻഡിലാണ്, മ്യാൻമാറിലല്ല ആ ബിൽഡിംഗ്. റോങ്ലി ഫസ്റ്റ് ആരോ ഇത് ചെയ്തിരുന്നാണ്. ഒരു കൺസ്ട്രക്ഷനിലിരിക്കുന്ന ഒരു ബിൽഡിംഗ് കൊളാപ്സ് ആവുന്ന ഇത് ഫേസ്ബുക്കിലൊക്കെ കുറെ ഇതിരുന്നു. നോട്ട് ഇൻ മ്യാൻമാർ, ഇത് ബാങ്കോക്കിൽ, തായ്ലൻഡിലാണ് ആ ബിൽഡിംഗ്. ശരി. മ്യാൻമാറിലെ ബിൽഡിംഗ്സ് എല്ലാം ഓരോ 5th ഫ്ലോർ 6th ഫ്ലോർ ആയിട്ടുള്ളൂ. പിന്നെ പോപ്പുലേഷൻ ഇന്റൻസിറ്റി കുറവായ കാരണം ഇവിടെ കാഷ്വാലിറ്റീസ് കുറയാൻ സാധ്യതയുണ്ട്. എല്ലാ ബിൽഡിങ്ങുകളും വളരെ കുറവ് ബിൽഡിങ്ങുകൾ മാത്രമേ ഹൈ ഫ്ലോർ ബിൽഡിങ്സുകൾ. മണ്ഡലി, നെപ്പിറ്റോ ഏരിയയിൽ മാത്രമായി അത്രയും കുറച്ച് ഹൈ ഫ്ലോർ ബിൽഡിങ്സ് ഉണ്ട്. എന്നാലും ഒരു 6th ഫ്ലോർ 8th ഫ്ലോറിന്റെ മേലെ കുറവാണ് ബിൽഡിങ്സ്. ഈ ഭൂചലനം ഉണ്ടായ ഒരു ഏരിയകളിലൊക്കെ ഇപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ ഒക്കെ എങ്ങനെയാണ്? അതിന്റെ അപ്ഡേറ്റുകൾ സർക്കാർ നൽകുന്നുണ്ടോ? നമ്മൾക്ക് ലോക്കൽ ചാനലുകളിൽ വരുന്നുണ്ട്. ഇപ്പോ ഫോറിൻ ഇന്റർനാഷണൽ ചാനലുകൾ ഇവിടെ വർക്ക് ചെയ്യാത്ത കാരണം ഇന്റർനാഷണൽ ചാനലുകൾക്ക് നമുക്ക് ബുദ്ധിമുട്ടാണ്. നമ്മളെ സ്റ്റാഫും ബാക്കി ഫ്രണ്ട്സും ഇവരെല്ലാം നമുക്ക് ഓരോ മണിക്കൂറിൽ നമുക്ക് അപ്ഡേറ്റ്സ് തന്നുകൊണ്ടിരിക്കും, ഡീറ്റെയിൽസ് അയച്ചുകൊണ്ടിരിക്കും അവർ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ. ബിജു, ഇപ്പോൾ അവിടെ എത്ര വർഷമായി ഇലക്ട്രിസിറ്റി കട്ട് ചെയ്തിരിക്കുകയാണ് പല ഏരിയകളിലും ഡ്യൂ ടു എർത്ത്. യാങ്കൂണിലും പല സ്ഥലത്തും ഇപ്പൊ ഇലക്ട്രിസിറ്റി ഇല്ല. ഇപ്പോ വൈകിട്ടൊന്നും ഇലക്ട്രിസിറ്റി ഇതുവരെ എത്തിയിട്ടില്ല. ബിജു, ഇപ്പൊ അവിടെ എത്ര വർഷമായി മ്യാൻമറിൽ? 10 വർഷമായി. നാട്ടിലേക്ക് വിളിച്ചോ? അല്ലെങ്കിൽ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് കോളുകൾ വരുന്ന സമയമാണെന്ന് അറിയാം. നാട്ടിലേക്ക് വിളിക്കുന്ന ഒരുപാട് കോളുകൾ വരുന്നുണ്ട്. എല്ലാവരും ഇപ്പൊ നമ്മളെ കൂടെ തന്നെ 5 മലയാളി സ്റ്റാഫ് ഉണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. വി കോൾ ഓൾ ഫാമിലീസ് ആൻഡ് പറയുന്നവരെല്ലാരും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അറിയുന്ന എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുന്ന ഒന്നാണല്ലേ മനസ്സിലാക്കാൻ കഴിയുന്നത്? അറിയുന്ന എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മൾക്ക് മലയാളി ഗ്രൂപ്പ് എല്ലാവരും ഉണ്ട്. അപ്പൊ നമ്മള് അറിഞ്ഞോട്ടനെ ഇമ്മീഡിയറ്റ് അപ്ഡേറ്റ് ചെയ്തു. അപ്പൊ അറിയുന്ന എല്ലാവരും സേഫ് ആണ്. 80-ൽ പരം മലയാളികളുണ്ട്, എല്ലാവരും സേഫാണ്. അതെന്തായാലും ആശ്വാസ വാർത്തയാണ്. എന്തായാലും സേഫ് ആയിരിക്കുക ശ്രീ ബിജു പോലോസ്. ഒപ്പം കൂടെയുള്ള മലയാളികളും സുരക്ഷിതരാണ് എന്ന് അറിയുന്നില്ല. ഇതുവരെ കാഷ്വാലിറ്റി ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ചേംബർ ഓഫ് കോമേഴ്സ് വി ആർ ട്രൈയിങ് ടു ഗെറ്റ് സം ഡീറ്റെയിൽസ്. വി ആർ ഓൾസോ പാർട്ട് ഓഫ് ദ പേപ്പർ ഓഫ് ഇന്ത്യ മ്യാൻമാർ ചേംബർ ഓഫ് കോമേഴ്സ്. അവിടെ നിന്നും ഇപ്പൊ ഇതുവരെ ഇന്ത്യൻ സിറ്റിസൺസിനും ഒരു കാഷ്വാലിറ്റി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ എംബസി ഹാസ് സ്റ്റാർട്ടഡ് എ ഹെൽപ്പ് ലൈൻ അല്ലെ? ആ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ്, വിവരങ്ങൾ കിട്ടുമെന്നാണ് പറയുന്നത്. ഇന്ത്യൻ എംബസി, IMCC, ഇന്ത്യ മ്യാൻമാർ ചേംബർ ഓഫ് കോമേഴ്സും ദേ അലൈൻ വർക്ക് വിത്ത് ടുഗദർ.
സോ എല്ലാ അപ്ഡേറ്റ്സും നമുക്ക് കിട്ടുന്നുണ്ട് 6 മണിക്കൂറിനകത്ത്. യെസ്, ദാറ്റ്സ് ഫൈൻ. ബി സേഫ് ശ്രീ ബിജു പൗലോസ്. മ്യാൻമറിൽ നിന്നും ബിജു പൗലോസ് ആണ് നമുക്കിപ്പം ചേർന്നത്. അവിടെ നിലവിൽ പ്രശ്നങ്ങളില്ല, റെസ്ക്യൂ ഓപ്പറേഷൻസ് നടക്കുന്നു, മലയാളികൾ അറിയാവുന്ന ആൾക്കാരെല്ലാം സേഫ് ആയിട്ടിരിക്കുന്നു എന്നാണ് ആശ്വാസ വാർത്തയാണ് ബിജു പൗലോസ് മ്യാൻമറിൽ നിന്നും പങ്കുവച്ചത്.